പ്രശസ്തരായ രണ്ട് സിനിമാ നടിമാർക്ക് നോട്ടീസ് അയക്കാനായിട്ട് പുതുച്ചേരിയിലെ സൈബർ ക്രൈം പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ടീസ് ഉടനെ കൊടുക്കും. കാരണം അവരെ 5 പ്രതികളെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശസ്തരായ 2 സിനിമാ താരങ്ങൾ, ഒന്ന് തമന്ന, എല്ലാവർക്കും അറിയാം, നല്ല നടിയാണ്, ഒരുപാട് ആരാധകരൊക്കെ ഉള്ള നടിയാണ്, ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വലിയൊരു ഡാൻസറാണ്. അതുപോലെ തന്നെ കാജൽ അഗർവാൾ എന്ന് പറയുന്ന പ്രശസ്തയായ നടി. ഇവർക്ക് 2 പേർക്കുമാണ് ഈ അപകടം പറ്റിയിരിക്കുന്നത്. ഇവർക്കൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഇത് പറ്റാനിരിക്കുകയാണ് ഇനി കേട്ടോ. കാരണം ഒരുപാട് പരസ്യങ്ങളിൽ, ഞാനത് ഏതാണെന്ന് പറയുന്നില്ല, കാരണം ചിലരുമായിട്ടൊക്കെ അടുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ഇവരെ ഈ പണത്തിന് പുറകെ പോകുമ്പോൾ, സിനിമാ താരങ്ങൾ പണത്തിന് പുറകെ പോകുമ്പോൾ വലിയ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ഒരു പരസ്യത്തിന് വേണ്ടി അപ്പിയർ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, അത് നടക്കുന്ന കാര്യമാണോ, വർക്കബിളാണോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. ആലോചിക്കാതെ പരസ്യം ചെയ്യരുത്. ഇപ്പോൾ മലയാളത്തിൽ പോലും ഒരു വലിയ പരസ്യം വരുന്നുണ്ട്, അത് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഒരു കാരണവശാലും അത് വർക്കബിൾ അല്ലാത്ത ഒരു കാര്യമാണ് എന്നൊരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളമാണ്. അത് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്ക് ഒരുപാട് പേര് എന്നെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആ സ്ഥാപനത്തിനെതിരെ അവർ നല്ല രീതിയിൽ നടത്തുന്നെങ്കിൽ നടത്തിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനങ്ങാത്തതാണ്. കാരണം അത് വർക്കബിൾ അല്ല എന്നാണ് ഒരുപാട് പേരെന്നെ അറിയിച്ചിട്ടുള്ളത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞൂടാ, പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് വിട്ടുകളയുന്നത്. ഇവിടെ സംഭവിച്ചെന്തെന്നറിയും, ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരാൾ ഉണ്ടാക്കി കേട്ടോ. ഈ പറയുന്ന കേസിൽ 1-ാം പ്രതി പുതുശ്ശേരിയിൽ. അത് ആഷ്പേ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് ലോഞ്ച് ചെയ്യാൻ, ആ കമ്പനിയുടെ ലോഞ്ചിനും അതിൻ്റെ ഉദ്ഘാടനത്തിനും ഒക്കെ വളരെ വലിയ പരസ്യം കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 പേരാണ് ഈ താരങ്ങൾ കേട്ടോ. ഇവരെ വിറ്റ് കാശാക്കുകയാണിത്. അത് അവരെ അറിയുന്നില്ല, പാവങ്ങൾ. അതാണ് പ്രശ്നം. അപ്പോൾ അവരെ അവിടെ കൊണ്ടുവന്നു. ഇത് ആളുകൾ കയറി ഇടിച്ചു ഇത് നോക്കും. ഈ ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് ആളുകറിയോ? ഒരിക്കലും പലർക്കും അറിഞ്ഞുകൂടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എന്താണെന്നത്. അതായത് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള, അത് അല്ലെങ്കിൽ വിർച്വൽ കറൻസി എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഈ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലില്ല, പക്ഷേ ഫിസിക്കലായിട്ടുള്ള അറസ്റ്റ് ഇല്ല, എന്നാലും വിർച്വൽ അറസ്റ്റ് അങ്ങനെ സാധനം ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ആളുകൾ കളിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റലായിട്ടുള്ള, അതായത് വിർച്വൽ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. ഇന്ന് ഇങ്ങനൊരു സാധനം ഇല്ല, പക്ഷേ അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. കാരണം എന്തെന്നറിയോ, ഇത് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലൂടെ അത് വർക്ക് ചെയ്യുന്നതാണ്. അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്നറിയോ, അതിന് ഗവൺമെൻറ്റിന് യാതൊരു കൺട്രോളും അതിനകത്തില്ല, ബാങ്കുകൾക്ക് യാതൊരു കൺട്രോളും ഇല്ല, റിസർവ് ബാങ്കിന് കൺട്രോളില്ല. അങ്ങനെയൊക്കെ വരുന്ന ഒരെണ്ണമാണ് ഈ ഡിജിറ്റൽ കറൻസി, ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സാധനം. ക്രിപ്റ്റോഗ്രാഫി ടെക്നിക്കിലൂടെയാണ് ഇത് നിർമ്മിച്ചു വച്ചേക്കുന്നത്. ഇതിന് ലിമിറ്റഡ് സപ്ലൈ, അതായത് കോയിൻസും ടോക്കണും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഇതിനുണ്ട് കേട്ടോ. ഇത് സൂക്ഷിക്കുന്ന, ഇതിൻ്റെ കണക്കുകൾ, ട്രാൻസാക്ഷൻസ് നടക്കുന്നത് റെക്കോർഡ് ചെയ്യുന്ന ഒരു ലെഡ്ജർ ഉണ്ട് കേട്ടോ. ആ ലെഡ്ജർ നമുക്കൊന്നും അവൈലബിൾ ആവത്തില്ല. ഈ ലെഡ്ജറിന് തന്നെ പറയുന്നത് എന്താണെന്നറിയാം, ബ്ലോക്ക് ചെയിൻ എന്നുള്ളൊരു പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇതിനകത്ത് അത് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് വെക്കും. എന്നിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ കറൻസി എങ്ങനെയാണ് കിട്ടുന്നത്, അത് നമ്മുടെ വാലറ്റിനകത്ത് പോകും. അതായത് വാലറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കുണ്ട്, അതിപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിലൊക്കെ യഥാർത്ഥത്തിൽ പല ബാങ്ക് അക്കൗണ്ട്സിലും ഇപ്പോൾ വാലറ്റ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ വാലറ്റിനകത്ത് കുറച്ച് കീപ്പ് ചെയ്യാം, അതെടുത്ത് ചിലവാക്കാം. നമ്മുടെ വാലറ്റിൽ ബാക്കി ഇനി തുക തീരാറാവുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് മാറ്റി വാലറ്റിലേക്ക് ഇടാം. ആ രീതിയുണ്ട്. അത് എന്ന് പറഞ്ഞതുപോലെ ഇത് വാലറ്റിലാണ് നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാട് അതിനകത്ത് വരുന്നത്. ഇനി ഈ അറിയപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് വന്നത്, വളരെ പ്രോമിനൻ്റ് ആയിട്ട് വന്നത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്.
അടുത്തത് എന്തെന്നറിയോ, എഥറം എന്ന് പറയുന്ന വേറെ ഒരെണ്ണം ഉണ്ടായി. പിന്നെ ലൈറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായി. റിപ്പിൾ എന്ന് പറയുന്ന ഉണ്ടായി. പിന്നെ ഡോജ് കോയിൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായി. ഇത്രയും പിന്നെ കുറേ എണ്ണം കൂടി ഇതുപോലെ ഉണ്ട്. കാരണം ഇത് ഓരോ രാജ്യത്തും ഇതിന് പ്രത്യേകിച്ച് നിയമസംഹിതയോ അല്ലെങ്കിൽ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇടപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഓരോ രാജ്യത്തും അതിൻ്റെ ഇടപാടുകളെന്ന് പറയുന്നത് ഡിഫറൻ്റാണ്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് എന്തിനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ ഉപയോഗം. ഒന്ന്, ഓൺലൈൻ ട്രാൻസാക്ഷൻ. നമുക്കിപ്പോൾ ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഓൺലൈനായിട്ട് നടത്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി ഉള്ള വാലറ്റിൽ നിന്ന് നമുക്കതെടുത്ത് ചിലവാക്കി അത് വാങ്ങാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാനാണെങ്കിൽ അത് അയച്ചു കൊടുക്കാം. ആ രീതിയിലേക്കൊക്കെ ചെയ്യാം. പിന്നെന്താണ്, പിന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആളുകൾ ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഇത് പർച്ചേസ് ചെയ്യുന്നതിനൊന്നും വലിയ കണക്കും കാര്യമൊന്നും ഇല്ലല്ലോ. അത് കാരണം ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഈസി ആയിട്ട് നടക്കും. ഇൻകം ടാക്സ് ഇപ്പം ബാങ്കിൽ കൊണ്ടുവന്ന് പണമെല്ലാം കൊണ്ടിടുന്നതിന് പകരം ഈ പണം ഉണ്ടാക്കി വെക്കുന്നവന്മാർ എന്ത് ചെയ്യുന്നറിയോ, കള്ളപ്പണം കൊണ്ടുവന്നിട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരിടപാട് ഇതാർക്കും പിടിക്കാൻ പറ്റത്തില്ല, ഇത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇതങ്ങ് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ലേ വരുന്നത്. ഇതിന് ഒരുപാട് റിസ്കുകളുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ വോളറ്റൈലിറ്റിയാണ്. വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഇത് ചിലപ്പം അങ്ങ് ഇടിഞ്ഞെന്ന് പറയും. ഇടിഞ്ഞെന്ന് അവന്മാർ പറഞ്ഞാൽ ഇടിഞ്ഞു തീർന്നു. ഇപ്പം നമ്മൾ ഒരു ഒരു 10 കോടി രൂപ ഈ സാധനത്തിൽ ഇട്ടു, അവസാനം പടാന്ന് ഇതിൻ്റെ ഇതങ്ങ് പോയി എന്നിരിക്കട്ടെ, അത് നേരെ അങ്ങ് 1 കോടിയാവും ഈ 10 കോടി കേട്ടോ. ചിലപ്പോൾ 1 കോടി പോലും ആവത്തില്ല, ചിലപ്പം 10 ലക്ഷം ആയിപ്പോവും. ഈ രീതിയിലൊക്കെ വരാം. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. കൂടുമെന്നൊക്കെ പറയും, നമ്മളെ കൂട്ടി കാണിക്കും. പക്ഷേ നമ്മളിത് എടുക്കാൻ നേരത്ത് അത് ഈ സാധനം ഇങ്ങോട്ട് കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ വളരെ വലിയ കളിപ്പീര് നടക്കുന്ന, തട്ടിപ്പ് നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഫീൽഡ്. ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് പണം മുടക്കി ഒരുപാട് പണം നഷ്ടപ്പെട്ടേക്കുന്ന ആളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഈ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സും ഒക്കെ ഓരോ പരസ്യങ്ങൾ നൽകുന്ന നമുക്ക് കാണാനുണ്ട്. എന്തിന്? റമ്മിക്ക് വരെ പരസ്യം കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ചൂതാട്ടമല്ലേ റമ്മി, അതിന് വരെ പരസ്യം കൊടുക്കുന്ന വലിയ വലിയ ആൾക്കാരുണ്ട്. കാരണം എന്താ, പണം കിട്ടിയാൽ അവർ എന്തും ചെയ്തോളും പരസ്യത്തിന്. പക്ഷേ ഈ പരസ്യം കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരു കളിപ്പീരിനകത്ത് ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഈ കമ്പനി ഉണ്ടല്ലോ, പുതിയതായിട്ട് ഉണ്ടാക്കിയ ഈ സ്ഥാപനം, ഈ ആഷ്പ എന്ന് പറയുന്ന ഇത് വലിയ കളിപ്പീരിൽ ഒരാൾക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 98 ലക്ഷം രൂപ നഷ്ടം വന്നു പോയി. അയാളുടെ കാശം പോയി. പണം പോയപ്പോൾ അയാൾ കൊണ്ടിന്ന് കേസ് കൊടുത്തു. അന്നേരമാണ് ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച്, സൈബർ ക്രൈം അന്വേഷിക്കുന്ന പോലീസ് അന്വേഷിച്ചിട്ട് 5 പേരെ അതിനകത്ത് പിടിയിലായിട്ടുണ്ട്. 5 എണ്ണം ഈ കമ്പനിയുടെ ആളുൾപ്പെടെ ഒക്കെ പിടിയായി. അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കിയപ്പോഴാണ് തമന്ന ഇതിനകത്തുനിന്ന് ഒരു 34 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പോയി ഉദ്ഘാടനം ചെയ്ത് പരസ്യം കൊടുത്തതിന് വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാജൽ അഗർവാൾ 28 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. മോശമല്ല, രണ്ടുപേരും അത്രയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും അവർക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു. അവർ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടാം. പ്രതിയാവുമെന്ന് ഞാൻ പറയുന്നില്ല, പെടാവുന്നതാണ്. കാരണം ഈ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ ആളുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് തുല്യമാകും ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പരസ്യം നമ്മളൊരു കാര്യത്തിന് കൊടുക്കുമ്പോൾ ഈ സിനിമാ താരങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട്, പഠിക്കണം. ഇതെന്താണ്, ഇതിൻ്റെ കാരണം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ പഠിക്കണം. അതൊന്നും പഠിക്കാതെ ആണ് പലരും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് താരം കൊടുത്തേക്കുന്ന ഒരു വലിയ പരസ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൊടുത്തേക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അവർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോ പറ്റിയതോ, അല്ലെങ്കിൽ ഇതിലോട്ട് ചെയ്തോ ഇപ്പോൾ ഇത്രയും കിട്ടും എന്നെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ കുറേ പേരുണ്ട് അതിനകത്ത്. അത്രയും എന്തുമാത്രം പ്രതിഫലം പറ്റിക്കൊണ്ടായിരിക്കും ഇത് പറയുന്നതെന്നറിയോ? ഇത് പറഞ്ഞ് അങ്ങോട്ട്, എന്നിട്ട് അതിനകത്ത് എന്താണെന്നറിയോ, ഇതിനകത്ത് കളിപ്പീരിൻ്റെ എലമെൻ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് വിധേയമാണ്, ചിലപ്പോൾ കളിപ്പീരൊക്കെ ഉണ്ട്, എല്ലാം വായിച്ച് മനസ്സിലായി എന്ന് പറഞ്ഞ് പടപെടാന്ന് പറയാം, ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ. അതായത് ഇൻഷുറൻസ് പോളിസിക്കകത്തൊക്കെ നമുക്ക്
മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ ഒക്കാത്ത വിധത്തിൽ ഓരോ കണ്ടീഷൻ എഴുതി വെക്കും. ആ കണ്ടീഷൻ പോലെ ഇവർ പറയും ഇരുന്നുകൊണ്ട് പടപടാന്നങ്ങ് പറയും. എന്തോന്നറിയോ, ഇത് കളിപ്പീര് പറ്റാം, സൂക്ഷിച്ചോണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുകയും ചെയ്യാം, കോടതി വാദിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഇടപാടാണ് അതിൽ പോലും നടക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പോകരുത്. ഓരോ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ വലിയ കാര്യമാണ്, സിനിമാ താരങ്ങളാണ്, പൊക്കെടുത്തുകൊണ്ട് പോകും. പക്ഷേ പ്രശ്നം വരുന്നത് എന്താ, അവസാനം വന്ന് വളരെ ബുദ്ധിമുട്ടിലാവും കേട്ടോ. ഓരോ പരസ്യക്കാർ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലയോ. അത് നമ്മൾ ചിന്തിക്കണം. ഒരു സ്വർണ്ണക്കടയുടെ പരസ്യം വന്ന് എന്ത് പ്രശ്നം ഉണ്ടായത് നമ്മൾ കണ്ടതല്ലേ. ദയാർത്ഥ പ്രയോഗമൊക്കെ നടത്തി ഒരു സിനിമാ നടിയെ വളരെ ആക്ഷേപിച്ചു, അവർ കേസ് കൊടുക്കാനും ഒക്കെ ഇടയായി. അങ്ങനെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇത് ഓരോരുത്തരും വിളിക്കുമ്പോൾ എന്തിനവർ വിളിക്കുന്നു, നമ്മളെ എന്താണ് നമ്മളെ കൊണ്ട് ആവശ്യം എന്ന് ചോദിക്കും. പിന്നെ അടുത്ത മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, എന്ത് പരസ്യത്തിനും ഇപ്പോൾ സ്ത്രീകളെ നമ്മൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ തന്നെ വനിതാ സംഘടനകളൊക്കെ ഇറങ്ങത്തില്ലേ. പക്ഷേ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായിട്ട് കണക്കാക്കുന്നത് ആരാണ്? പുരുഷന്മാരാണോ? യഥാർത്ഥത്തിൽ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് അതിനിറങ്ങുന്നത്. കാരണം ഒരു പരസ്യം, ഒരു ബന്ധവും ഇല്ലാത്ത പരസ്യത്തിന് സ്ത്രീയുടെ അല്പവസ്ത്രധാര മാത്രം ധരിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോകളും കൂടെ വെക്കുക. ഈ രീതിയിലൊക്കെ ഉള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ ഇവർ ഒഴിവാകണം. നിങ്ങൾക്കൊക്കെ ഒരുപാട് പണം സിനിമയിൽ നിന്നൊക്കെ കിട്ടുന്നതല്ലേ, പിന്നെ എന്തിനാ ഇതേപോലെ ഈ കള്ളക്കൂട്ടങ്ങളുടെ കൂടി ഇതുപോലെ പരസ്യം ചെയ്തു കൊടുക്കുന്നത്? അത് ചിന്തിക്കണം. വളരെ വലിയ അപകടമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങരുത്. ഇത് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ബുദ്ധിമുട്ട് നമ്മൾ വരുന്നത് നമ്മൾ കണ്ടല്ലോ. കൂടുതൽ ആളുകൾക്ക് ഇനിയും വരും. അങ്ങനെ വരാതിരിക്കട്ടെ.